ഈ ബലൂചിസ്ഥാൻ പ്രശ്നത്തിൽ, അതായത് പാകിസ്ഥാനകത്തെ ബലൂചിസ്ഥാൻ പ്രശ്നത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ്? അതായത് ഇന്ത്യയോട് അവർ സഹായം ചോദിച്ചിട്ടുണ്ട്. അവർക്കൊരു സ്വതന്ത്ര രാഷ്ട്രമായി പരിണമിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ അവിടെ അവർ ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, കൊടി ഉയർത്തി എന്നതുകൊണ്ട് മാത്രം അവിടെ അവർ സ്വതന്ത്ര രാഷ്ട്രമായി മാറുന്നില്ല എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ നടപടിക്രമങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇതിനും അങ്ങനെയുണ്ട്. അപ്പോൾ 1971 യുദ്ധത്തെ തുടർന്നാണ് പൂർവ്വ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആയിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ അതിനുശേഷം മുതൽ ബലൂജിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിലാണ് അവർ പാക്കിൽ നിന്ന് വിട്ടകന്ന് സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാനുള്ള നീക്കത്തിൽ വരുന്നതും സ്വതന്ത്ര രാഷ്ട്രമെന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുകയും കൊടി ഉയർത്തുകയും ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ അവർ ഇന്ത്യയെ വിളിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ പിന്തുണ തേടിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഒറ്റയടിക്ക് അവർക്കൊരു പിന്തുണ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ബലൂജിന്റെ പാകിസ്ഥാനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, അതായത് നമ്മൾ നടത്തിയ പാകിസ്ഥാനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അവർ ബലൂചിസ്ഥാൻ നമുക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് കന്നം പൂട്ടി ആ ഒരു രാഷ്ട്ര രൂപീകരണത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ കഴിയില്ല. കാരണം ഇതിൽ ഈ പറയുന്നത് പോലെ ഭൗമരാഷ്ട്രീയ നയതന്ത്ര നിയമപരമായിട്ടുള്ള സങ്കീർണതകളൊക്കെ ഉണ്ട്. അപ്പോൾ 1971 ബംഗ്ലാദേശിനെ പുതിയ രാഷ്ട്രമായൊക്കെ അംഗീകരിച്ചെങ്കിലും അതുപോലല്ല ഇവിടുത്തെ സാഹചര്യം. അതെ, ബലൂചിസ്ഥാൻ വിളിച്ച് ഇന്ത്യയോടും മറ്റു രാജ്യങ്ങളുമോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയോ ഒക്കെ അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പിന്തുണ തേടി ഇന്ത്യയെയും വിളിച്ചിരുന്നു. ഇന്ത്യയെ വിളിച്ചെങ്കിലും ഇന്ത്യ ഇതിൽ മൗനം പാലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 1933 മോണ്ടി വീഡിയോ കൺവെൻഷൻ പ്രകാരം സ്വതന്ത്ര രാഷ്ട്രമായി യോഗ്യത നേടണമെന്നുണ്ടെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതായത് സ്ഥിരമായിട്ടുള്ള ജനസംഖ്യ വേണം, കൃത്യമായി നിർവചിച്ച അതിർത്തികൾ വേണം, സജീവമായിട്ടുള്ള സർക്കാർ വേണം, മറ്റു രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള പ്രാപ്തി എന്നിവയൊക്കെയാണ് അതിൽ ചിലത്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ സ്വതന്ത്ര പ്രഖ്യാപനമൊക്കെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഉടൻ തന്നെ ഇന്ത്യയോട് ഞങ്ങളെ പിന്തുണയ്ക്കണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്നത്. അവിടെയാണ് ഇന്ത്യ മൗനം പാലിക്കുന്നത്. പക്ഷെ ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കാനുള്ള സാധ്യതയുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാന്റെ പരമാധികാരത്തിന് മേൽ നടത്തുന്ന ഒരു വെല്ലുവിളി കൂടിയാണ്. പ്രത്യേകിച്ചും കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാനെതിരെ നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അവരുടെ ഒരു രാഷ്ട്രത്തിൽ ഉണ്ടാകുന്ന ഒരു ഭിന്നതയെ തുടർന്ന് ആഭ്യന്തര പ്രശ്നത്തിൽ ഇന്ത്യ ഒരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് ഉചിതമായി പരിമിതിയുണ്ട്. അത് ഉചിതവുമല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് നമ്മൾ കാശ്മീർ നമ്മുടേതെന്ന് പറയുന്നത്. POK അല്ല, പാക് അധീന കാശ്മീർ അല്ല, കാശ്മീർ നമ്മുടേതെന്ന് നിരന്തരം ഇപ്പോൾ നമ്മുടെ നയതന്ത്ര പ്രതിനിധികളും നമ്മുടെ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇതിന് സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മേഖലയ്ക്കും ലോകശക്തികളായിട്ടുള്ള US, ചൈന, റഷ്യ തുടങ്ങിയവരുടെയൊക്കെ പിന്തുണ അത്യാവശ്യമാണ്, നിർണായകവുമാണ്. ഈ ഒരു സന്ദർഭത്തിൽ നിർണായകമാണ്. അപ്പോൾ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിലൂടെ ബലൂച്ച് മേഖലയിൽ വൻ നിക്ഷേപം നടത്തിയിട്ടുള്ള ചൈന സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള ഈ ഒരു ആശയത്തെ, ബലൂചിസ്ഥാന്റെ ഈ ആശയത്തെ പിന്തുണയ്ക്കാനുള്ള സാധ്യത കുറവാണെന്നല്ല, അവർ പിന്തുണയ്ക്കില്ല. US-ഉം UK-യും BLA ഒരു തീവ്രവാദ സംഘടനയുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ പിന്തുണ ഉറപ്പായിട്ട് ഇവർക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകശക്തികളുടെയൊക്കെ അഭാവം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് ഇന്ത്യക്കും അവിടെ പോയിട്ട് ഒരു പിന്തുണ നടത്താൻ കഴിയില്ല. അപ്പോൾ ബലൂചിസ്ഥാനെ ആകെ അംഗീകരിക്കുന്നത് ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള ആ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തെയൊക്കെ വിള്ളൽ വീഴ്ത്താനുള്ള സാഹചര്യവുമുണ്ട്. ഇറാനിൽ ഇന്ത്യയുടെ ചബഹാർ തുറമുഖ പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ പോലും ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്.
അപ്പോൾ അതിന് അങ്ങനെ ഒരു സാധ്യതയ്ക്ക് ഇന്ത്യ വഴിവെക്കാനുള്ള സാധ്യത കുറവാണ്. പാകിസ്ഥാനുമായിട്ട് ഏറെ അടുപ്പമുള്ള ചൈനയിൽ തുടരുന്ന ഇന്ത്യൻ സംഘർഷങ്ങളെ ആളിക്കത്തിക്കുക കൂടി ചെയ്യും. അപ്പോൾ അതൊക്കെ ഏറെ ബുദ്ധിമുട്ടാണ്. നമ്മൾ നിരന്തരമായിട്ട് ഇന്ത്യ അവിടെ ഇടപെടും എന്നൊക്കെ പറയുമ്പോഴും നയതന്ത്ര തലത്തിൽ ഇത്രത്തോളം ഒരു പ്രശ്നങ്ങൾ, സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ നയതന്ത്ര തലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബലൂചിസ്ഥാനിൽ നടന്നിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്. അതിലൊക്കെയും ഇന്ത്യ ആശങ്ക പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്നാൽ പാകിസ്ഥാന്റെ വിഘടനത്തിന് ഇന്ത്യ ശ്രമിക്കുന്നതായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുമോ എന്ന ഭയം അത് ബലൂചിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ഇന്ത്യയെ മൗനം പാലിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഈ വിഷയത്തിൽ ഇന്ത്യ ഒരു നിലപാട് എടുക്കുന്നതിൽ മൗനം വഹിക്കുന്നത്. കാശ്മീർ തർക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ എല്ലാ ശ്രദ്ധയും കൊടുത്തിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 370 ഒക്കെ പോയി അങ്ങനെയുള്ള പടിപടിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വരികയാണ്. നമ്മൾ നിരന്തരമായിട്ട് കഴിഞ്ഞ ഇടയ്ക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒക്കെ കൃത്യമായി പറഞ്ഞിരുന്നു, അത് പാക് ഓക്യുപ്പൈഡ് കശ്മീർ അല്ല, അത് ഇന്ത്യയുടേതാണ്, അത് ഇന്ത്യ നേടിയെടുക്കുകയും ചെയ്യുമെന്നുള്ള രീതിയിൽ അദ്ദേഹം എല്ലായിടത്തും പറയുകയും കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടാണ് പറയുന്നത്. ഒരാൾക്ക് തിരിച്ചു ചോദിക്കാൻ ഉള്ള ഒരു കാര്യം പോലും ഇല്ലാതെ അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ചില നയതന്ത്ര താല്പര്യങ്ങളുമൊക്കെ ഉണ്ട്. ബലൂചിസ്ഥാനെ ഇന്ത്യ അംഗീകരിക്കുന്നത് പാകിസ്ഥാനെ തന്ത്രപരമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ ദുർബലപ്പെടുത്തുമെന്നാണ് ചില ബലൂച്ച് നേതാക്കളൊക്കെ വാദിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അത്തരം ഒരു നീക്കം ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കും ബലൂച്ച് ജനതയുടെ ദീർഘകാല ക്ഷേമത്തിനുമൊക്കെ അനുസൃതമാണോ എന്നതുകൂടി ഇന്ത്യ വിലയിരുത്തേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം മാത്രമാണ് ഇന്ത്യ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. കാരണം നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, വാണിജ്യ താല്പര്യങ്ങൾ, ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനും ശത്രുവായിരിക്കാം. പാകിസ്ഥാൻ ശത്രു രാജ്യം തന്നെയാണ്. പക്ഷെ ആ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് അവരുടെ ആഭ്യന്തര പ്രശ്നം കൂടെയാണ്, അതിനകത്തുള്ള ഒരു വിഷയം കൂടെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതിൽ ഇടപെടാൻ കഴിയും. അതുകൊണ്ടാണ് പാക് ആക്രമണം നടന്നപ്പോൾ നമ്മൾ തിരിച്ചടിച്ചതിനെയും ഒക്കെ ബലൂചിസ്ഥാൻ നമുക്ക് അനുകൂലമായി പറഞ്ഞുവെങ്കിലും ഈ ഒരു വിഷയം വരുമ്പോൾ അവിടെ ഇന്ത്യ മൗനം പാലിക്കുന്നത്. ഇന്ത്യ ഇതുവരെയും കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് കാരണങ്ങൾ നമ്മളിപ്പോ പറഞ്ഞ ഈ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നമുക്കൊരു രാജ്യത്തിന്റെ കാര്യത്തിൽ അതിൽ നിന്ന് വിഘടിച്ചു പോകുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പരിണമിക്കാൻ പോകുന്ന ഒരു രാജ്യത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് കയറി ഇടപെടാനായിട്ടൊക്കെ വളരെയേറെ. അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ അംഗീകരിക്കുന്നില്ല ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുണ്ട്. രണ്ട് രാജ്യങ്ങളുമായിട്ടും ഇപ്പോഴുള്ള ഇറാനുമായിട്ടുള്ള ചബഹാർ തുറമുഖത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടും നമുക്ക് എന്താ പറയാ ആ ഒരു ടഫാറിലേക്ക് പോകാനൊന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ ചൈന നമുക്ക് വെല്ലുവിളിയാണെങ്കിലും ആ ചൈനയെ എതിർക്കാൻ വേണ്ടി ബലൂച്ചിനെയും നമുക്ക് പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞാലും അത് നമ്മുടെ അതിർത്തിയിൽ ചൈനയുടെ ഇതായിട്ടുള്ള നീക്കങ്ങളുണ്ട്. ആ നീക്കങ്ങളെയൊക്കെ ആളെ കത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിൽ എന്ത് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും? ഇതിനെല്ലാത്തിനും ഒരു ഉത്തരം കണ്ടെത്താതെ ഇന്ത്യക്ക് കട്ടൻട്രി ആയിട്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിൽ നയപരമായ തീരുമാനം വരാൻ വൈകുമെന്നാണ് തോന്നുന്നത്.